പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മാറാണത്ത യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദൈവത്തെക്കുറിച്ചും ദൈവം സൃഷ്ടിച്ച മനുഷ്യനെക്കുറിച്ചും ഒക്കെ കേൾക്കുകയായിരുന്നു. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ 5 എപ്പിസോഡിലൂടെ വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി. ദൈവം ആരാണ് എന്നുള്ളത് 6 എപ്പിസോഡിലൂടെ നമ്മൾ ധ്യാനിച്ചു. വീണ്ടും മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്നും ആ മനുഷ്യനെ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചുവെന്നും ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. വീണ്ടും നമ്മൾ ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനെ മണ്ണുകൊടഞ്ഞ് മെനഞ്ഞുണ്ടാക്കി തൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടിച്ചുവെങ്കിലും സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനെ സാത്താൻ ചതിച്ചു, സാത്താൻ വഞ്ചിച്ചു എന്നാണ് ആ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞത്. ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചപ്പോൾ നീ എന്തുകൊണ്ടിങ്ങനെ പ്രവർത്തിച്ചു എന്ന ആദത്തോട് ദൈവം ചോദിക്കുമ്പോൾ, നീ എനിക്ക് കൂട്ടിനെന്ന ഭാര്യ എന്നെ വഞ്ചിച്ചു എന്നും, ഭാര്യയോട് ദൈവം എന്താണ് സ്ത്രീയെ നീ അങ്ങനെ ഭർത്താവിനെ വഞ്ചിക്കാനിടയായതെന്ന് ചോദിച്ചപ്പോൾ പാമ്പ് എന്നെ ചതിച്ചു, അല്ലെങ്കിൽ സാത്താൻ എന്നെ ചതിച്ചു എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് സാത്താൻ ആരാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാത്താനും മനുഷ്യനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഈ വിഷയം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോടൊത്ത് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഭൗതികവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സാത്താൻ്റെ പ്രവൃത്തികൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നഷ്ടമാകാൻ പോകുന്ന നിത്യജീവനായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ സാത്താൻ ആരെന്നും അവൻ്റെ പ്രവർത്തന മണ്ഡലം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കുവാനുള്ള അവസരങ്ങളായിട്ട് ഇനിയുള്ള മണിക്കൂറുകളെ നമുക്ക് ഉപയോഗിക്കാം. കണ്ണുകളടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. വേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു, ഒത്തിരി അറിവുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലൂടെയും അങ്ങ് ഞങ്ങളെ നയിച്ചു. ഒത്തിരി സ്നേഹിച്ചു ഞങ്ങളെ, ഒത്തിരി അവിടുന്ന് ഞങ്ങളെ കരുതി. എല്ലാറ്റിനും നന്ദി പറയുന്നു കർത്താവേ. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തകർന്ന് താളടിയായി പോകുമായിരുന്നു. സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് നശിച്ചു പോയിരുന്ന ഞങ്ങളെ അങ്ങ് വീണ്ടെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും ഞങ്ങളെ കരുതി മുന്നോട്ട് നയിക്കുന്നതിനായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. തുടർന്നുള്ള ഈ വചന ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും വരങ്ങളും നാഥാ നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതയെ ഞങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹാലേലുയ്യ, ഹാലേലുയ്യ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ ഈ ശുശ്രൂഷ നയിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായി, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു, ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന്. മനുഷ്യർക്കായി ദൈവം മനോഹരമായ പദ്ധതികളും ലക്ഷ്യങ്ങളും അവരിലൂടെ നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിരുന്നു. ദൈവം സ്വന്തം മക്കളെപ്പോലെ തന്നോടൊപ്പം ആകാശത്തെയും ഭൂമിയെയും വാഴുവാനും തൻ്റെ ജീവിതത്തിലും ആളത്വത്തിലും താൻ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാറ്റിലും പങ്കാളികളാകുവാനും സമാന ഹൃദയവും സമാന മനസ്സും ഉള്ളവർ വേണമെന്ന്
ദൈവം ആഗ്രഹിച്ചു. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തന്നെയും അതിൻ്റെ പൂർണ്ണരൂപം വരുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 21 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ്. അത് നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. യേശുക്രിസ്തുവും ദൈവവും പിതാവും ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ മഹത്തരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോഴാണ് ദൈവ സൃഷ്ടിയുടെ പൂർണ്ണത നമ്മളിലൂടെ ദൈവം നിറവേറ്റി എന്നുള്ളത് മനസ്സിലാകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ പൂർണ്ണതയിലാണ്. അപൂർണമായിട്ടല്ല, പൂർണ്ണതയിലാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ മുൻപേ തന്നെ മനസ്സിലാക്കിയത് ഒന്നും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. എവിടെയാണ് മനുഷ്യന് ചതി പറ്റിയതെന്ന് അറിയുന്നതിന് വേണ്ടി ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. അങ്ങനെ മനുഷ്യനെ ആണും പെണ്ണുമായി ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. മാത്രമല്ല, ദൈവം ചെയ്തത് ഈ ഭൂമി, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വിശിഷ്ടമായ പലതും ദൈവം സൃഷ്ടിച്ചു. അതിലൊരു മനോഹരമായ സൃഷ്ടിയായിരുന്നു മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത്. മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചു. മാലാഖമാർ ദൈവസന്നിധിയിൽ സ്തോത്രം പാടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതൊക്കെ ആയിട്ട് ബൈബിൾ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. മാലാഖമാരാണ് ദൂത് ഭൂമിയിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. തോബിതിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ റഫായേൽ മാലാഖ മനുഷ്യൻ്റെ കൂടെ യാത്ര ചെയ്ത് സംരക്ഷണം പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി മാലാഖമാർ ദൈവത്തിന് സേവ ചെയ്തു വരുന്നവരും ശുശ്രൂഷിച്ചവരുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 5:11 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000ങ്ങളുടെ 10,000-ഉം 1000ങ്ങളുടെ 1000-ഉമായിരുന്നു, എണ്ണമില്ലാത്ത വണ്ണം. ശിവപ്രവാചകനൊക്കെ പറയുന്നത് 6-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കൽ നിന്ന് 2 ചിറകുകൊണ്ട് പാദം മറച്ച് 2 ചിറകുകൊണ്ട് മുഖം മറച്ച് സറാഫ് മാലാഖമാർ പറന്ന് ദൈവം പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നുവെന്ന്. ഈ വാക്കുകൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദാനിയേൽ പ്രവചനവും 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു, 1000 പേർ അവനെ സേവിച്ചു, 10,000 പേർ അവൻ്റെ മുമ്പിൽ നിന്നു. പ്രിയമുള്ളവരെ, ദൈവം സൃഷ്ടിച്ച മാലാഖമാർ വലിയ വലിയ സേവനം ചെയ്തിരുന്ന മാലാഖമാരാണ്. അപ്പോഴാണ് ദൈവത്തെ പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നുവെന്നും മനുഷ്യന് അതിൻ്റെ അധികാരം കൊടുക്കുന്നുവെന്നൊക്കെ, ദൈവത്തിലുള്ള അതേ അളത്വവും അധികാരവും മനുഷ്യന് കൊടുക്കുന്നു എന്ന് അറിഞ്ഞ ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാലാഖ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് എതിർത്തു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പ്രകാശവാഹകൻ എന്നർത്ഥമുള്ള ലൂസിഫർ എന്ന് പറയുന്ന മാലാഖ ദൈവത്തോട് എതിർത്തു. ദൈവത്തെ പോലെ ആകണം, ദൈവ സിംഹാസനത്തേക്കാൾ ഉയർന്നിരിപ്പാൻ അവൻ ആഗ്രഹിച്ചു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം അതിൽ വളരെ വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ എന്നാണ്, അല്ലെങ്കിൽ
അരുണോദയപുത്രനായ ശുക്ര എന്നാണ് വിളിക്കുന്നത്. നീ എങ്ങനെ ആകാശത്ത് നിന്നും വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം സ്ഥാപിക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ മത്സരം ദൈവത്തോട് അവൻ പ്രഖ്യാപിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ ലൂസിഫർ, പ്രകാശവാഹനായ ലൂസിഫർ ദൈവത്തോട് മത്സരിച്ചു. മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ അധികാരവും പദവിയും അവൻ മോഹിച്ചു. ദൈവസിംഹാസനത്തിനും ഉന്നതമായ സ്ഥാനത്തിരുന്ന് സകല സൃഷ്ടിയെ ഭരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ദൈവത്തോടങ്ങനെ അവൻ മത്സരിച്ചു. ദൈവത്തോട് മത്സരിച്ച ലൂസിഫറിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് താഴെ ഇറക്കി. വെളിപ്പാട് പുസ്തകം 12:3-4 വാക്യങ്ങൾ നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ, അതിൻ്റെ വാൽ ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ദൈവത്തോട് മത്സരിച്ച സാത്താൻ, അവനെ ദൈവം ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇപ്പോൾ സാത്താൻ ഭൂമിയിലും വായുമണ്ഡലങ്ങളിലും അധികാരമുള്ളവനായി അങ്ങനെ വിരാജിക്കുക. നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ എന്നും ചൊല്ലാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ എന്ന് ചൊല്ലുമായിരുന്നു. ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ എന്ന് ചൊല്ലാറില്ല. ബാവ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നർത്ഥം വരുന്നു. ആകാശങ്ങൾക്ക് മീതെയുള്ള ആകാശങ്ങൾ, ആകാശത്തിൻ്റെ പല തട്ടുകളിലെ മൊത്തം വാഴുന്ന, മൊത്തം ക്രമീകരിക്കുന്ന പിതാവേ എന്നാണ് വിളിക്കുന്നത്. ആകാശത്തിലിരിക്കുന്ന എന്ന് ചൊല്ലിയാൽ തെറ്റി. കാരണം ഈ വായുമണ്ഡലങ്ങളിൽ സാത്താൻ അവൻ്റെ സകല അധികാരത്തോടും കൂടി വാഴുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിതാക്കന്മാർ. കർത്താവ് തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, ഇതാ ശിഷ്യന്മാരോട് പറയുന്നത്, സാത്താൻ ഗോതമ്പ് നിങ്ങളെ പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റുവാൻ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൃതശരീര സംസ്കാര ശുശ്രൂഷയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, വായുമണ്ഡലങ്ങളിൽ പതിയിരിക്കുന്ന, ആകാശ മണ്ഡലങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയിൽ നിന്ന് ഇവൻ്റെ ആത്മാവിനെ കാത്തുകൊള്ളണമേ. അപ്പോൾ അതുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് സാത്താനെ തള്ളിയിട്ടുവെങ്കിലും സ്വർഗസിംഹാസനത്തിൻ്റെ താഴെ അവൻ നിബന്ധിക്കപ്പെട്ടുവെങ്കിലും അവനവൻ്റെ സകല മോഹങ്ങളും അധികാരങ്ങളും ഒക്കെ ആയിട്ട് അവൻ നടക്കുകയാണ്. അവൻ പുറകോട്ട് പോകുന്നില്ല. എത്ര നാണം കെട്ടാലും പിന്നെയും പിന്നെയും മുന്നോട്ട് കയറുന്ന ഒരാഗ്രഹത്തോടു കൂടി നടക്കുന്ന ഒരാളാണ് സാത്താനെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവർ. അതുകൊണ്ട് വളരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകുക. നമ്മൾ ദൈവത്തോട് കൂടെയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, സുവിശേഷം കേൾക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ സ്വയം ധരിച്ചു വെക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും നമ്മുടെ സ്വഭാവം ആരുടേതാണെന്ന് നമ്മൾ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വഭാവം ദൈവത്തിൻ്റെ ആണോ സ്വഭാവം സാത്താൻ്റെ ആണോ എന്ന് പരിശോധിച്ച് പോകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീ എങ്ങനെയാണ്
താഴേക്ക് വന്നതെന്നുള്ള ഒരു ചോദ്യം. ഈ ലൂസിഫർ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. അവിടെ അവൻ പിശാചെന്നും സാത്താനെന്നും അറിയപ്പെടുന്നു. സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട അവന് തൻ്റെ സൗന്ദര്യവും തേജസ്സും എല്ലാം നഷ്ടപ്പെട്ടു. മാലാഖമാർക്ക് അടുത്ത സൗന്ദര്യം ഉണ്ടായിരുന്നവൻ ഇപ്പോൾ തേജസ്സെല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രത്യേക അവസ്ഥയിലായിട്ട് അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ രാജ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അവൻ ദൈവത്തിനെതിരെ പോകുമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവൻ്റെ മനസ്സിലെ തീരുമാനമാണ് ദൈവം പുതുതായി സൃഷ്ടിച്ച ആ ലോകത്തിലേക്ക് ലൂസിഫറിനോടൊപ്പം നിവദിച്ച മറ്റു ദൂതന്മാരും സ്വർഗീയ മഹിമ നഷ്ടപ്പെട്ട ദുഷ്ടാത്മാക്കളായി തീർന്നു അവരെയും കൂട്ടുകൂടി അവരെല്ലാം ഈ ഭൂമിയിൽ അങ്ങോട്ട് വിഹരിക്കുകയാണ്. സാത്താൻ്റെ മോഹത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവൻ്റെ ആ ദുഷ്ടബുദ്ധിയിൽ ഉദിച്ച മറ്റൊരു പ്ലാനായിരുന്നു ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിക്കുക. അതിലൂടെ അവൻ്റെ സിംഹാസനം ഉറപ്പിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ മനുഷ്യൻ്റെ പിന്നാലെ തിരിഞ്ഞു. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി മനുഷ്യനെ അടക്കി ഭരിച്ച് ആ സിംഹാസനം അല്ലെങ്കിൽ രാജാധികാരം നേടാമെന്ന് അവൻ പ്രിയമുള്ളവരെ വിചാരിച്ചു. ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ നമ്മൾ സാത്താനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പുതിയ നിയമത്തിലാണ് സാത്താനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ മനുഷ്യനായ ആദാമിനെ, ദൈവസദൃശ്യത്തിലുള്ള ആദാമിനെ ഹവ്വയെയും സാത്താൻ വഞ്ചിച്ചു. ദൈവം ആ വഞ്ചകൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള പ്ലാനും പദ്ധതിയും അപ്പോൾ തന്നെ മനസ്സിൽ ചിന്തിച്ചു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി. അപ്പോൾ ഒന്നാമത്തെ ആദമായ ദൈവസൃഷ്ടിയെ സാത്താൻ വഞ്ചിച്ചതുപോലെ രണ്ടാമത്തെ മനുഷ്യനായ ദൈവം തന്നെയായ എന്നാൽ പൂർണ്ണ മനുഷ്യനായ യേശുവിനെ ആദാം പരിശോധിക്കാനായിട്ട് അല്ലെങ്കിൽ പരീക്ഷിക്കാനായിട്ട് വരുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന അനുഭവത്തിൽ പറയുന്നുണ്ട്. അവിടെ യേശുവിനോട് വിശുദ്ധ ലൂക്കോസിൻ്റെ 4:6 നമ്മൾ വായിക്കുമ്പോൾ പിശാച് പറയുന്നൊരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. ഇവിടെയാണ് അവൻ്റെ അധികാരം. അവൻ വളരെ ഉങ്കോടുകൂടി ആരോടാണ് പറയുന്നത്, എന്താണ് പറയുന്നതെന്നും മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് അവഹേളിക്കാനോ വേണ്ടി സംസാരിക്കുകയാണ്. യേശുവിനോട് വന്നിട്ട് പറയുകയാണ്, ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. മനുഷ്യൻ കൊടുത്തതാകാനാണ് സാധ്യത, ദൈവം കൊടുക്കില്ലല്ലോ. ഇവിടെ പ്രിയമുള്ളവരെ, നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനായിട്ട് ഇനി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഇവിടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ ലൂക്കോസ് 4:6 ദൈവത്തിൻ്റെ പുത്രനോട് സാത്താൻ പറയുന്നു, എനിക്ക് അധികാരമുണ്ട് ഇവിടെ, നീ എന്നെ ആരാധിക്കണം. തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നല്ലവരുമായ സ്വർഗീയപിതാവേ, ഞങ്ങളെ വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ ഉഗ്രസർപ്പം
ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെയായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതുപോലെ, കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ സാത്താനെതിരെ പ്രവർത്തിക്കുവാൻ, പോരാടുവാൻ എനിക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ.